ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി ബി.ജെ.പി. നേതാവായ ശ്രീ യുവരാജ് ഗോകുൽ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ യുവരാജ് ഗോകുൽ, കഴിഞ്ഞ ദിവസം ധർമ്മസ്ഥല കേസിലുണ്ടായ വഴിത്തിരിവ് നമ്മൾ എല്ലാവരും കണ്ടതാണ്. ശുചീകരണ തൊഴിലാളി ചിന്നയ്യയുടെ അറസ്റ്റിന് ശേഷം ഇനി കൃത്യമായ ഒരു തുടരന്വേഷണം വേണമെന്നുള്ള ആവശ്യം ധർമ്മസ്ഥലയിലെ വിശ്വാസികളിൽ നിന്നുകൂടി ഉണ്ടാകുകയാണ്. കാരണം ഇതിന് പിന്നിൽ ആരൊക്കെയാണ്, ഇവരുടെ അജണ്ട എന്താണ്, കൃത്യമായി ഈ ക്ഷേത്ര നഗരിയുടെ പരിശുദ്ധത തകർക്കാൻ വേണ്ടി ഇവർ എന്ത് ശ്രമങ്ങളാണ് നടത്തിയത്, ആർക്ക് വേണ്ടിയാണ് നടത്തിയത് എന്നുള്ളതിലേക്കൊക്കെ വിരൽ ചൂണ്ടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇതിന് പിന്നിലാര് എന്നുള്ളൊരു തുടരന്വേഷണത്തിലേക്ക് കൂടി കടക്കേണ്ടതല്ലേ? കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന്, ഇത്രയും വലിയ ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിനെതിരായിട്ട് ഇത്രയും അതിഗുരുതരമായ ആരോപണം ഏറ്റവും മോശം രീതിയിൽ അവതരിപ്പിച്ചതിന് ശേഷം ഇത് നമ്മളൊരു ഷൂട്ട് ആൻഡ് സ്കൂട്ട് എന്ന് പറയുന്ന തലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവരെ ഒരിക്കലും വിടാൻ വേണ്ടിയിട്ട് പാടില്ല. അവർ ആരോപണം ഉന്നയിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 100%, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥാപനം 100% ശരിയാണ് എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ അന്വേഷണങ്ങളെയും നേരിട്ടതിന് ശേഷം അവർക്ക് തെളിയിക്കാൻ എന്തെങ്കിലും സാധിക്കുന്നുണ്ടെങ്കിൽ തെളിയിക്കാൻ വിടുക. ഒന്നും തെളിയാത്ത സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇനി തീർച്ചയായിട്ടും എന്ത് ഉദ്ദേശത്തിലാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കറിയണം. ഇപ്പൊ പറയുന്നത് പോലെ ആർക്കെങ്കിലും കുറച്ച് ചെറിയ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അല്ല അവർക്ക് വ്യക്തിപരമായ ശത്രുത ഉണ്ടായിരുന്നു, അങ്ങനെയൊന്നുമല്ല. ഏതെങ്കിലും 1-2 പേരുടെ വ്യക്തിപരമായ ശത്രുതയിൽ നിന്ന് ഇത്രയും വലിയൊരു ഗൂഢാലോചന ഉണ്ടായില്ല. അതും ഇത്രയും വലിയൊരു സ്ഥാപനത്തിനെതിരെ അവർക്ക് 100% ഉറപ്പുണ്ടായിരിക്കണമല്ലോ. അതായത് ഇത്രയും വലിയൊരു സ്ഥാപനത്തിനെതിരായിട്ട് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു വരുമ്പോൾ അതിന്റെ കോൺസിക്വൻസ് എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്കൊരു ധാരണ ഉണ്ടാവുള്ളൂ. ഒരു ധാരണ ഇല്ലാത്ത ആൾക്കാരൊന്നുമല്ലല്ലോ ഇങ്ങനെ ഒരു ആരോപണം ഇട്ടിറക്കുക. അതായത് ഒരു ഇല്ലാത്ത വ്യക്തി ഉണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അയാൾ മരിച്ചുപോയി എന്ന് പറയുക, അതും ഒരു പെൺകുട്ടി. അതുപോലെ തന്നെ 400-ലധികം ആൾക്കാരെ കൊന്ന് കുഴിച്ചിട്ടു എന്ന് പറയുക. അവര് പറഞ്ഞിരിക്കുന്ന അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ സ്ഥാപനത്തിനെ പരിപൂർണമായിട്ട് സംശയത്തിന്റെ നിഴലിൽ നിർത്തുക, ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും മോശമാക്കി ചിത്രീകരിക്കുക എന്നൊക്കെ ഉള്ളത് തന്നെയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പുറകിൽ ആരാണ് പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. മാത്രമല്ല, കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള കുറെ ആൾക്കാർ ഉൾപ്പെടെ അതിന്റെ പുറകിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരാളെയും വെറുതെ വിടാൻ പാടില്ല. അതുമാത്രമല്ല ശ്രീ യുവരാജ് ഗോകുൽ, ചിന്നയ്യ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായി കൃത്യമായ വസ്തുതകൾ പുറത്തു വന്നിട്ട് പോലും ഈ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ നിരത്തുന്ന ന്യായീകരണങ്ങളാണ് ആശ്ചര്യപ്പെടുത്തുന്നത്. കാരണം ചിന്നയ്യയുടെ ആരോപണം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ വളരെ ബോധപൂർവം ഇവർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നു, തുടർന്ന് പ്രവർത്തനങ്ങൾ നടത്തുന്നു. കേരളത്തിൽ നിന്ന് പെൺകുട്ടികൾ കാണാതായതെല്ലാം ഈ ധർമ്മസ്ഥലയിൽ എത്തിച്ചേർന്നതാണ് എന്നുള്ള വ്യാപക രീതിയിലുള്ള കുപ്രചരണം നടത്തുന്നു. ഇപ്പോഴും ഈ ചിന്നയ്യയുടെ വെളിപ്പെടുത്തൽ അവർ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, മറ്റൊരു പ്രചാരണം നടത്തുന്നത് ചിന്നയ്യ മറ്റൊരു സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ്, അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ മാറ്റി പറഞ്ഞിരിക്കുന്നത്. ഈ തിരോധാനം സംബന്ധിച്ചുള്ള എല്ലാ പെൺകുട്ടികളും അവിടെ വന്ന് അപ്രത്യക്ഷരായവരാണ് എന്നുള്ളൊരു കുപ്രചരണം ഇപ്പോഴും ഈ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഞാനതാണ് ആദ്യമേ പറഞ്ഞത്. ഇവര് പറയുന്ന ആരോപണങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ആരോപണങ്ങളെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് അന്വേഷിക്കുകയാണ്. അത് മറയ്ക്കാൻ ഒളിക്കാൻ ആർക്കൊന്നുമില്ലല്ലോ. അവര് തുടക്കം മുതൽ പറയുന്ന എല്ലാ കാര്യങ്ങളും പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഏറ്റവും അവസാനം എത്തി നിൽക്കുന്ന അനന്യ ഭട്ടിന്റെ വിഷയം ഉൾപ്പെടെ നോക്കൂ. ഇവിടെ ഇപ്പൊ ഇത്രയധികം പെൺകുട്ടികൾ കാണാതായി എന്ന് അവര് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടികൾക്ക് തീർച്ചയായിട്ടും പേരും നാളും ഐഡന്റിറ്റിയും ഒക്കെ ഉണ്ടാവണം. അവർക്ക് ബന്ധുക്കൾ ഉണ്ടാവണം, അവർക്ക് സുഹൃത്തുക്കൾ ഉണ്ടാകണം, അങ്ങനെ ഉണ്ടാകണം. ഇവർക്ക് ആകെ അങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റിയിരിക്കുന്ന ഒരേ ഒരാളെ മാത്രമുള്ളൂ. സുജാത ഭട്ട് വന്നിട്ട് എന്റെ മകൾ അനന്യ ഭട്ട് എന്ന് പറഞ്ഞു. ആ അവസാനം എന്താ സംഭവിച്ചത്? ആ അനന്യ ഭട്ട് പോലും ഒരു ഫേക്ക് പേഴ്സണാലിറ്റി ആയിരുന്നു. അങ്ങനെ ഒരാളെ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല എന്നും മരിച്ചുപോയ ഒരാളുടെ ചിത്രത്തിനെ എടുത്ത് എഡിറ്റ് ചെയ്ത് ഒരു കൊച്ചു പെൺകുട്ടിയുടെ പടമാക്കി അവതരിപ്പിച്ചതാണ് എന്നുള്ള കാര്യവും നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇനിയിപ്പോ ഇല്ലാത്ത ആൾക്കാരുടെ പേരിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ ഉള്ള ആളുടെ പേരിലുള്ള ആരോപണം തന്നെ, മീൻസ് അവർ പറഞ്ഞ ഒരു പേരിലുള്ള ആരോപണം തന്നെ അവർക്ക് തെളിയിക്കാൻ സാധിക്കുന്നില്ല. അത് തന്നെ കള്ളത്തരമാണ് തെളിയിക്കണം. ഇനി എന്താ ഇവർക്ക് അന്വേഷിക്കേണ്ടത്? അതെ, തീർച്ചയായും. വളരെ നന്ദി ശ്രീ യുവരാജ് ഗോകുൽ പ്രതികരിച്ചതിന്.